إن الحمد لله الذي فرض على الأمة الإنسانية صلاة مكتوبة في أوقات معينة وجعلها معراجا للمؤمن وأشهد أن لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير وأشهد أن محمدًا عبده ورسوله الذي أرسله بدين الحق بشيرًا ونذيرًا وداعيًا إلى الله سراجًا منيرًا ولو كره الكافرون اللهم صل وسلم وبارك على سيد البشر وإمام المرسلين محمد بن عبد الله صلى الله عليه وعلى آله وأصحابه أجمعين أما بعد فيا أيها الإخوة والأخوات أوصيكم وإياي بتقوى الله ألا إن التقوى هو المدار لكل سعادة ولكل فلاح وفوز فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قد أفلح المؤمنون الذين هم في صلاتهم خاشعون صدق الله العلي العظيم സർവസ്തുതിയും പ്രപഞ്ച പരിപാലകനായ അല്ലാഹുവിനാണ്. അവനാണ് നിർണിത സമയങ്ങളിൽ നിർബന്ധമായ നിസ്കാരം നിർവഹിക്കണമെന്ന് നിയമമാക്കിയത്. അല്ലാഹു ഒഴികെ ആരാധ്യനില്ല. അവൻ ഏകനും നിസ്തുലനും സർവശക്തനുമാണ്. മുഹമ്മദ് നബി അല്ലാഹുവിന്റെ പ്രവാചകനാണ് എന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. അവിടുത്തെ മേൽ കുടുംബാദികളിൽ സർവസജ്ജനങ്ങളിലും അല്ലാഹുവേ നിന്റെ കരുണാ കടാക്ഷം വർഷിക്കണമേ നാഥ. പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ, അല്ലാഹുവെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വ കൈമുതലാക്കിക്കൊണ്ട് ജീവിക്കണമെന്നും എന്നോടും നിങ്ങളോടും പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ആനന്ദത്തോടുകൂടെ എങ്ങനെ നിസ്കരിക്കാം എന്നാണ് നാം ചർച്ച ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ബാങ്കിന്റെ വെളിയാളം കേട്ടത് മുതൽ, മസ്ജിദിലേക്ക് അടിവെക്കുന്നത് മുതൽ, വുളൂഇന്റെ ഓരോ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് മുതൽ, കഅബയെ അഭിമുഖീകരിക്കുകയും അല്ലാഹുവാണ് ഏറ്റവും വലിയ ശക്തി എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത് ഉൾപ്പെടെ നിസ്കാരത്തിലെ സർവ പ്രവൃത്തികളും മനുഷ്യന്റെ മനസ്സിന്റെ സാന്നിധ്യത്തോടുകൂടെയും അല്ലാഹു തന്നെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന കാഴ്ചപ്പാടോടുകൂടെയും ആയിരിക്കണമെന്നാണ് ഇതുവരെ നാം പറഞ്ഞു വെച്ചതിന്റെ ചുരുക്കം. ദുആഉൽ ഇസ്തിഫാഹോടുകൂടെ അല്ലാഹുവിന്റെ മുമ്പിൽ തന്റെ പ്രതിജ്ഞ അർപ്പിച്ചുകൊണ്ട് എന്റെ സർവസ്വവും
അല്ലാഹുവിന് സമർപ്പിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന്, എന്റെ ജീവിതവും മരണവും അല്ലാഹുവിന് വേണ്ടിയാണ് എന്ന് പ്രഖ്യാപിച്ച് ദുആഉൽ ഇഫ്തിതാഹ് കഴിഞ്ഞ് സനാഅ് കഴിഞ്ഞ് ഫാത്തിഹയിലേക്ക് പ്രവേശിക്കുകയാണ് നിസ്കരിക്കുന്നവർ ചെയ്യുക. ഫാത്തിഹയിലൂടെ അല്ലാഹുവുമായുള്ള നേരിട്ടുള്ള സംഭാഷണം ആരംഭിക്കുകയാണ്. ഫാത്തിഹ അല്ലാഹുവിനോടുള്ള സംസാരത്തിന്റെ തുടക്കമാണ്. ഫാത്തിഹയിലെ ഓരോ ആയത്തുകളും പടിപടിയായി അല്ലാഹുവിന്റെ സാമീപ്യത്തിലേക്ക് അടിമയെ കൊണ്ടുപോയി എത്തിക്കുന്ന ഓരോ ഗോവണിപ്പടികളാണ് ഫാത്തിഹയിലെ ഓരോ ആയത്തുകൾ. ഇതിന് ഫാത്തിഹയിലെ ആയത്തുകളെ പരിശോധിച്ച് നോക്കണം. ഫാത്തിഹയിലേക്ക് ബിസ്മിക്ക് ശേഷം ഫാത്തിഹയിലേക്ക് പ്രവേശിക്കുമ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അല്ലാഹുവിന്റെ തിരുനാമം മുഴക്കിക്കൊണ്ടാണ് തന്റെ സംഭാഷണം ആരംഭിക്കുന്നത്. അഥവാ നിസ്കാരം എന്നാൽ അല്ലാഹുവും അടിമയും തമ്മിലുള്ള സംഭാഷണമാണ്. അടിമയ്ക്ക് അല്ലാഹുവിനോട് പറയാനുള്ള വർത്തമാനങ്ങൾ അടിമ ഭൂമിയിൽ നിന്ന് നിലത്തിരുന്ന് വളരെ സൗമ്യനായി വിനയാന്വിതനായി ഭവ്യതയോടെ ഭക്തിയോടെ അവൻ പറയുകയാണ് അല്ലാഹ് എന്ന് വിളിച്ചുകൊണ്ട്. ആകാശവും ഭൂമിയും തമ്മിലുള്ള ബന്ധങ്ങൾ നടക്കുകയാണ് ഒരു മനുഷ്യന്റെ നിസ്കാരത്തിലൂടെ. അർശിന്റെ ഉടമസ്ഥനുമായി ഭൂമിയിൽ പതിഞ്ഞിരിക്കുന്ന മനുഷ്യൻ, ഭൂമിയിൽ പടിഞ്ഞിരിക്കുന്ന മനുഷ്യൻ, ഭൂമിയിൽ നിലത്ത് ചവിട്ടി നിൽക്കുന്ന മനുഷ്യൻ, അവിടെ സംഭാഷണം തുടങ്ങുകയാണ്. അങ്ങനെയാണ് അടിമ നിസ്കാരത്തിലൂടെ അല്ലാഹുവിലേക്ക് ആരോഹണം തുടങ്ങുന്നത്. അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിൻ, സത്യവിശ്വാസിയുടെ ആരോഹണം നിസ്കാരത്തിലൂടെ അല്ലാഹുവിലേക്ക് നടക്കുകയാണ്. അതിന്റെ തുടക്കം, അതിന്റെ സംഭാഷണത്തിന്റെ തുടക്കം ബിസ്മിയിലൂടെയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പരമകാരുണികനായ കാരുണ്യനിധിയായ അല്ലാഹുവിന്റെ നാമത്തിലാണ് ഈ സംഭാഷണത്തിന്റെ തുടക്കം. ബിസ്മില്ലാഹ്, അല്ലാഹു അവന്റെ മനസ്സിൽ വരികയാണ്, അല്ലാഹുവിനെ ഓർമ്മ വരികയാണ്. അല്ലാഹുവേ, നിന്നോടുള്ള സംഭാഷണം തുടങ്ങുന്നത് നിന്റെ നാമം കൊണ്ടാണ് തമ്പുരാനെ. നിന്റെ നാമമില്ലാത്ത ഒന്നിനും ഒരു ബർക്കത്തും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഈ സംഭാഷണം നിന്റെ നാമത്തിലാണ് തുടങ്ങുന്നത് എന്ന് പറഞ്ഞ് റഹ്മാൻ റഹീം, അല്ലാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും മനോഹരമായ രണ്ട് വിശേഷണങ്ങൾ പറയുകയാണ്. റഹ്മാൻ, റഹ്മാൻ എന്ന് ഒരു അടിമ പറയുമ്പോ, ഒരു മനുഷ്യൻ പറയുമ്പോ അല്ലാഹുവിനോട് ഉള്ള സ്നേഹത്തിന്റെ, ആഭിമുഖ്യത്തിന്റെ, താല്പര്യത്തിന്റെ, വാത്സല്യത്തിന്റെ വികാരങ്ങൾ അവന്റെ മനസ്സിൽ അണപൊട്ടി ഒഴുകേണ്ടതുണ്ട്. കാരണം പരമകാരുണികൻ എന്നാണ് പറയുന്നത്. പരമകാരുണികനെയാണ് സംബോധനം ചെയ്യുന്നത്. പരമകാരുണികൻ, ആ അല്ലാഹുവിന്റെ പരമകാരുണ്യം കൊണ്ടാണ് ഞാൻ കാണുന്നത്, ഞാൻ കേൾക്കുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ സംസാരിക്കുന്നത്, ഞാൻ ഗ്രഹിക്കുന്നത് എന്ന് സത്യവിശ്വാസിയുടെ മനസ്സിൽ വരേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ കാരുണ്യമില്ലാതെ എന്താണ് നമുക്ക് അനുഭവിക്കാൻ കഴിയുക? അല്ലാഹുവിന്റെ കാരുണ്യമല്ലാതെ എന്ത് പ്രയോജനങ്ങളാണ് നാം ഇവിടെ ഉപയോഗപ്പെടുത്തുന്നത്? ഒന്നും ഉപയോഗപ്പെടുത്തുന്നില്ല. നാം അനുഭവിക്കുന്ന സർവ്വ ഗുണങ്ങളും അല്ലാഹുവിന്റെ പരമമായ കാരുണ്യത്തിന്റെ ഭാഗമാണ്. അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ടല്ലേ വന്നിരിക്കുന്നത്. അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ടല്ലേ ആരോഗ്യം അനുഭവിക്കുന്നത്. അല്ലാഹുവിന്റെ കാരുണ്യമില്ലായെങ്കിൽ നാം കുടഞ്ഞു കിടക്കുകയില്ലേ? അല്ലാഹുവിന്റെ കാരുണ്യമില്ലായെങ്കിൽ നമ്മുടെ കണ്ണിന് കാഴ്ച ഉണ്ടാവുകയില്ലല്ലോ. അല്ലാഹുവിന്റെ കാരുണ്യമില്ലായെങ്കിൽ നമ്മുടെ കാതിന് കേൾവി ഉണ്ടാവുകയില്ലല്ലോ. അല്ലാഹുവിന്റെ കാരുണ്യം ഉണ്ടായില്ല എങ്കിൽ നമുക്ക് ഹിദായത്ത് ലഭിക്കുകയില്ലായിരുന്നുവല്ലോ. അല്ലാഹുവിന്റെ പരമമായ കാരുണ്യത്തിന്റെ ഭാഗമാണ് സത്യവിശ്വാസി. അല്ലാഹുവിന്റെ റഹ്മാൻ എന്ന വിശേഷണം പറയുമ്പോൾ സങ്കടം കൊണ്ട് അല്ലാഹു അവന് നൽകിയിട്ടുള്ള മുഴുവൻ അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട് അവന്റെ കണ്ണുകളിൽ സന്തോഷത്തിന്റെ അശ്രു പൊഴിയണം. റഹീം, റഹീം പരമമായ കാരുണ്യം, റഹ്മാൻ പരമമായ കാരുണ്യം ചെയ്യുന്നവൻ. റഹീം കാരുണ്യത്തിന്റെ നിധി. റഹീം എന്ന് പറയുമ്പോ പരലോകത്തെ ഓർക്കേണ്ടതുണ്ട്.
പരലോകത്ത് ഓർക്കേണ്ടതുണ്ട്. കാരണം സത്യവിശ്വാസികൾക്ക് മുഴുവൻ ഗുണങ്ങൾ, അനുഗ്രഹങ്ങൾ പരലോകത്തേക്ക് പ്രത്യേകമായി നീക്കിവെച്ച് അവിടുന്ന് ചൊരിഞ്ഞു കൊടുക്കുന്നവൻ. അതാണ് റഹീം, കാരുണ്യനിധി. കാരുണ്യത്തെ നിധിയിലാക്കിയിട്ട് സത്യവിശ്വാസികൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നവൻ. റഹ്മാൻ എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് വെച്ച് അള്ളാഹുവിനെ അനുസരിച്ചവർക്കും അനുസരിക്കാത്തവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്നവൻ. അള്ളാഹുവിനെ ചീത്ത വിളിക്കുന്നവരും അള്ളാഹുവിനെ ആരാധിക്കുന്നവരും രണ്ടുപേരുടെ കിണറ്റിലും വെള്ളം കൊടുക്കും, രണ്ടുപേർക്കും വൈദ്യുതിയുടെ പ്രയോജനം കൊടുക്കും, രണ്ടുപേർക്കും വായു കൊടുക്കും, രണ്ടുപേർക്കും അവർ കൃഷി ചെയ്യുന്ന കൃഷിക്ക് വിഭവങ്ങൾ കൊടുക്കും. ഇതാണ് ദുനിയാവിൽ അള്ളാഹുവിന്റെ റോൾ. ആഖിറത്തിൽ അങ്ങനെയല്ല. ആഖിറത്തിലുള്ള അള്ളാഹുവിന്റെ റോൾ അവൻ അള്ളാഹുവിനെ അനുസരിച്ചവർക്ക് മാത്രം പരലോകത്ത് പ്രത്യേകം ഗുണം ചെയ്യുന്നവൻ. അതാണ് അള്ളാഹുവിന്റെ റോൾ പരലോകത്ത്. ആ റഹീം എന്ന് പറയുമ്പോ നമ്മുടെ പരലോകം ഓർമ്മ വരണം. അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, നിസ്കരിക്കുന്ന മനുഷ്യൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇങ്ങനെ അനവധി അനുഗ്രഹങ്ങൾ കൊണ്ട്, കാരുണ്യങ്ങൾ കൊണ്ട് പൊതിഞ്ഞ എനിക്ക് അനുഗ്രഹം നൽകിയ പരമകാരുണികനായ അള്ളാഹുവിന്റെ നാമത്തിൽ, കാരുണ്യനിധിയായ അള്ളാഹുവിന്റെ നാമത്തിൽ ഞാനിതാ സംഭാഷണം തുടങ്ങുന്നു. എന്നിട്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രാർത്ഥനയാണ് ഫാത്തിഹ. ഫാത്തിഹ ഒന്നാം തരം ഫാത്തിഹയാണ്. ഒന്നാം തരം പ്രാർത്ഥനയാണ് ഫാത്തിഹ. പ്രിയപ്പെട്ടവരെ, ഫാത്തിഹയുടെ ആശയതലങ്ങൾ പരിശോധിച്ചു നോക്കൂ. ഒരു മനുഷ്യന് തന്റെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഫാത്തിഹ പ്രാർത്ഥന മനസ്സോടുകൂടി ചെയ്താൽ മതി. എല്ലാ പ്രാർത്ഥനയുടെയും ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന അർത്ഥഗാംഭീര്യമുള്ള ആയത്തുകളാണ് പരിശുദ്ധ ഖുർആനിലുള്ളത്. പ്രത്യേകിച്ച് വിശിഷ്യ ഫാത്തിഹയിലുള്ളത്. ഫാത്തിഹ മുഴുവൻ സത്യവിശ്വാസിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന ചെയ്യുന്നതിന്റെ മുമ്പ് മര്യാദയായി അല്ലാഹുവിന്റെ സ്തോത്രം അർപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹ്. നമുക്ക് അത്യാവശ്യമായ കാര്യങ്ങൾ പറയാനുണ്ട്. അല്ലാഹു തആല തന്നെ പറഞ്ഞിട്ടുണ്ട്, ഫാത്തിഹയെ ഞാൻ 2 ഭാഗമായി പകുത്തിട്ടുണ്ട് എന്ന്. അല്ലാഹു തആല തന്നെ പറഞ്ഞിട്ടുണ്ട്, ഫാത്തിഹയെ ഞാൻ 2 ഭാഗമായി പകുത്തിട്ടുണ്ട് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരു ഖുദ്സിയായ ഹദീസിൽ അല്ലാഹു തആല പറഞ്ഞു, ഖസ്സംതു സ്വലാത ബൈനി വ ബൈനല്ലാഹി നിസ്ഫൈൻ. ഫാത്തിഹ സൂറത്തിനെ 2 ഭാഗമായി എനിക്കും അടിമകൾക്കും ഇടയിൽ ഞാൻ പകുത്തു വെച്ചിട്ടുണ്ട്. പകുതി ഭാഗം എനിക്കുള്ളതാണ്, പകുതി ഭാഗം എന്റെ അടിമയ്ക്കുള്ളതാണ്. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, ഫഇദാ ഖാലൽ അബ്ദു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ഒരു അടിമ പറയുകയാണ് എങ്കിൽ ഖാലല്ലാഹ്, അപ്പൊ അല്ലാഹു തആല പറയും, ഹമിദനി അബ്ദി, എന്റെ അടിമ എന്നെ സ്തുതിക്കുന്നു എന്ന്. നാം ഫാത്തിഹ ഓതുമ്പോ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് നാം പാരായണം ചെയ്യുമ്പോ അർശിലിരുന്നു കൊണ്ട് റബ്ബ് തആല പറയും, ഇതാ ആ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു എന്ന്. നാം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ മൊഴിയുമ്പോ എന്റെ ഈ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ കേട്ടിട്ട് എന്റെ റബ്ബ് ഞാൻ അവനെ സ്തുതിക്കുന്നത്, അവൻ സാക്ഷ്യപ്പെടുത്തുന്നു എന്ന ബോധത്തോടു കൂടെ പ്രിയപ്പെട്ടവരെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഒഴിഞ്ഞു നോക്കൂ. നമുക്ക് നിസ്കാരത്തിന്റെ അനുഭൂതി അനുഭവിക്കാൻ കഴിയും. നമുക്ക് ഫാത്തിഹ സൂറത്തിന്റെ ആനന്ദം അനുഭവിക്കാൻ കഴിയും. കാരണം എന്റെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുവിനെ സന്തോഷിപ്പിക്കുന്നു. ഞാൻ ഈ ചെയ്യുന്ന പണി അല്ലാഹുവിനെ സന്തോഷിപ്പിക്കുന്ന പണിയാണ്, അല്ലാഹുവിനെ ഇഷ്ടപ്പെടുത്തുന്ന പണിയാണ് ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പാരായണം ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനോമുഖരത്തിൽ ഉണ്ടായാൽ നമുക്ക് വിശുദ്ധ ഖുർആന്റെ ആത്മാവിനോടൊപ്പം നമുക്ക് സഞ്ചരിക്കാൻ കഴിയും. പ്രിയപ്പെട്ടവർ, ഇത് അല്ലാഹ് പറഞ്ഞതാണ്. ഇത് ഏതെങ്കിലും ഫളീലത്തിന്റെ കിതാബുകളിൽ
അല്ലെങ്കിൽ ഏതെങ്കിലും പുണ്യങ്ങൾ പറയുന്ന ഭാഗങ്ങൾ എഴുതി വച്ചതല്ല. അള്ളാഹു പറയുന്നതായി പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ച സംഗതിയാണ്. ഒരു മനുഷ്യൻ അല്ലാഹുവിനെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു പറയും, മലക്ക് കണ്ടില്ലേ എന്റെ അടിമ, എന്റെ ദാസൻ, ആ അബ്ദുള്ള, ആ മുഹമ്മദ്, ആ ആമിന, ആ ഫാത്തിമ, ആ അബൂബക്കർ എന്നെ സ്തുതിക്കുന്നു, എന്നെ സ്തുതിച്ചിരിക്കുന്നു എന്ന് മലക്കുകൾ അത് രേഖപ്പെടുത്തും. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, വൈദാ ഖാലൽ അബ്ദു അർറഹ്മാനിർ റഹീം, ഫാത്തിഹ സൂറയിലെ അർറഹ്മാനിർ റഹീം എന്ന് ഒരു മനുഷ്യൻ പറയുകയാണ് എങ്കിൽ ഖാലല്ലാഹ്, അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, അസ്നാ അലയ്യ അബ്ദി, എന്റെ അടിമ എന്നെ വാഴ്ത്തുന്നു, എന്റെ വിശേഷണങ്ങൾ വാഴ്ത്തുന്നു എന്റെ അടിമ. എന്താ റഹ്മാൻ അർ-റഹീം എന്ന് പറഞ്ഞ അതിന്റെ ആശയം ഞാൻ നേരത്തെ പറഞ്ഞു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, പരമകാരുണികനാണ് അല്ലാഹു, കാരുണ്യനിധിയാണ് അല്ലാഹു. ഈ വൈദ്യുതി പ്രവർത്തിക്കുന്ന അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ ഭാഗമാണ്. ഈ ഫാൻ കറങ്ങിയില്ലെങ്കിൽ നാം അസ്വാസ്ഥ്യം പ്രകടിപ്പിക്കും. ഈ മൈക്ക് ശബ്ദിച്ചില്ല എങ്കിൽ എന്റെ ഖുത്ബ നിങ്ങൾ എങ്ങനെ കേൾക്കും? കാരണം ഇവിടെ വൈദ്യുതി അല്ലാഹുവിന്റെ കാരുണ്യമാണ്. അല്ലാഹുവിന്റെ കാരുണ്യമാണ് ഈ വെളിച്ചം. ഇന്ന് സൂര്യോദയം നടന്നിട്ടില്ലെങ്കിൽ എന്താണ് സുഹൃത്തെ അവസ്ഥ? സൂര്യോദയം നടന്നു, സൂര്യപ്രകാശം ലഭിച്ചു, നമുക്കിടക്ക് തണുപ്പ് ആവശ്യമാകുമ്പോൾ മഴ ലഭിക്കുന്നു, എല്ലാം അല്ലാഹുവിന്റെ കാരുണ്യം. ഇങ്ങനെ റഹ്മാനായ തമ്പുരാൻ അവന്റെ കാരുണ്യം നിരന്തരം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതാണ് അർ-റഹ്മാനിർ റഹീം എന്നൊരു സത്യവിശ്വാസി ഫാത്തിഹ ഓതുന്ന സമയത്ത്, അവൻ നിസ്കരിക്കുന്ന സമയത്ത് ഫാത്തിഹ ഓതുമ്പോഴും അല്ലാത്തപ്പോഴും ഫാത്തിഹ ഓതുമ്പോഴും പറഞ്ഞാൽ അല്ലാഹു പറയും, അസ്നാ അലയ്യ അബ്ദി, എന്റെ അടിമ എന്നെ വാഴ്ത്തിയിരിക്കുന്നു എന്ന്. നാം ഫാത്തിഹയിലെ അർ-റഹ്മാനിർ റഹീം എന്ന് പാരായണം ചെയ്യുമ്പോൾ അല്ലാഹ് സാക്ഷ്യപ്പെടുത്തും എന്നാണ് ഈ പറഞ്ഞത്. അപ്പൊ നാം പാരായണം ചെയ്യുമ്പോൾ അല്ലാഹു സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി ഞാൻ ഓതുന്നു, ഞാൻ പാരായണം ചെയ്യുന്നു എന്ന് നമ്മുടെ മനസ്സിലേക്ക് വരണം സഹോദര. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, വഇദാ ഖാലൽ അബ്ദു മാലികി യൗമിദ്ദീൻ, മാലികി യൗമിദ്ദീൻ എന്ന് മനുഷ്യൻ പറയുകയാണ് എങ്കിൽ അല്ലാഹു പറയും, ഖാലല്ലാഹു മജ്ജദനി അബ്ദി, എന്റെ അടിമ എന്റെ മഹാത്മ്യത്തെ എണ്ണി പറയുകയാണ് എന്ന്. മാലിക് യൗമിദ്ദീൻ എന്ന് പറഞ്ഞാൽ അന്ത്യദിനത്തിന്റെ ഉടമസ്ഥൻ എന്നാണ് അർത്ഥം. നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ, നാം നിസ്കാരത്തിൽ പ്രവേശിക്കുമ്പോൾ ഫാത്തിഹ സൂറത്തിലൂടെ നാം മാലിക് യൗമിദ്ദീൻ എന്ന ഖുർആൻ വാക്യം നാം പാരായണം ചെയ്യുമ്പോൾ അന്ത്യനാൾ നമ്മുടെ മുമ്പിലേക്ക് വരണം. പ്രതിഫല നാളിന്റെ ഉടമസ്ഥൻ എന്നാണ് അതിന്റെ അർത്ഥം. പ്രതിഫല നാൾ, ഞാൻ ഈ നിസ്കരിക്കുന്നതിന്, ഈ ഫാത്തിഹ പാരായണം ചെയ്യുന്നതിന്, ഈ പ്രാർത്ഥിക്കുന്നതിന് പ്രതിഫല നാളിൽ എനിക്ക് ഗുണം ലഭിക്കും എന്ന് നമ്മുടെ മനസ്സിലേക്ക് വന്നുകൊണ്ട് അങ്ങനെ ആ ഒരു മാനസിക അവസ്ഥയോടുകൂടെ നാം മാലിക് യൗമിദ്ദീൻ പാരായണം ചെയ്യുന്നത്. അത് ചെയ്യുമ്പോഴാണ് ഫാത്തിഹയുടെ ഗുണം, നിസ്കാരത്തിന്റെ ഗുണം, അതിന്റെ ആത്മീയമായ സുഖം നമുക്ക് അനുഭവിക്കുവാൻ കഴിയുക. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, വഇദാ ഖാലൽ അബ്ദു ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, മനുഷ്യൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന ആയത്ത് മനുഷ്യൻ പറയുമ്പോ, മനുഷ്യൻ ഓതുമ്പോ അല്ലാഹു പറയും, ഹാദാ ബൈനി വബൈന അബ്ദി വലഅബ്ദി മാ സഅല, ഇത് ഞാനും എന്റെ അടിമയും തമ്മിലുള്ള ഒരു കരാറാണ്. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ നിനക്ക് മാത്രമാണ് ഞങ്ങൾ ഇബാദത്ത് ചെയ്യുക, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം ചോദിക്കുക. ഇത് ഒരു അടിമ അല്ലാഹുവിന്റെ മുമ്പിൽ നടത്തുന്ന കരാറാണ്, പ്രതിജ്ഞയാണ്. ഫാത്തിഹ സൂറത്തിന് നമുക്ക് 3 ഭാഗമായിട്ട് പകുക്കാൻ കഴിയും. 3 ഭാഗമാണ് ഫാത്തിഹ സൂറ. ഒന്ന് അല്ലാഹുവിനെ സ്തുതിക്കുക, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർ-റഹ്മാനിർ റഹീം മാലിക് യൗമിദ്ദീൻ എന്നത്. രണ്ടാമത്തെ ഭാഗം അല്ലാഹുവിന്റെ മുമ്പിൽ മനുഷ്യൻ നടത്തുന്ന പ്രതിജ്ഞയാണ്. അതാണ് ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ എനിക്ക് നീ മാത്രമേ ഉള്ളൂ,
ഞാൻ നിനക്ക് മാത്രമേ ആരാധിക്കൂ, ഞാൻ നിന്നോട് മാത്രമേ സഹായം ചോദിക്കൂ, എന്റെ കാര്യങ്ങൾ സാധ്യമാകാൻ ഞാൻ നിന്റെ കവാടത്തിലേക്ക് മാത്രമേ വരൂ, നിന്റെ കതകിന് മാത്രമേ ഞാൻ മുട്ടൂ, ഞാൻ ആൾദൈവങ്ങളിലേക്ക് അല്ലെങ്കിൽ മറ്റുള്ള മറ്റുള്ള സങ്കല്പങ്ങളിലേക്ക് അല്ലെങ്കിൽ പുരോഹിതന്മാരിലേക്ക് അല്ലെങ്കിൽ സന്യാസികളിലേക്ക് അല്ലെങ്കിൽ ഔലിയാക്കളിലേക്ക് ഒന്നുമല്ല എന്റെ കാര്യങ്ങൾ ചോദിക്കുക. അത് അല്ലാഹുവിനോടാണ് ചോദിക്കുക, അല്ലാഹുവിനോടാണ് എന്റെ പ്രാർത്ഥന, അല്ലാഹുവിനോടാണ് എന്റെ സഹായാഭ്യർത്ഥന. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അപ്പൊ മനുഷ്യനും അള്ളാഹുവും തമ്മിലുള്ള കരാറാണ്. അപ്പൊ ഇത് മനുഷ്യൻ പറയുമ്പോ പറയും, അള്ളാഹു പറയും, ഇത് ഞാനും എന്റെ അടിമയും തമ്മിലുള്ള കരാറാണ്. ആ കരാറാണിത്. എന്റെ അടിമക്ക് അടിമ ചോദിക്കുന്നത് ഞാൻ കൊടുക്കും എന്ന് അള്ളാഹു പറയും. പിന്നീട് അങ്ങോട്ട് ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്ന ഭാഗങ്ങൾ ഓതുമ്പോൾ അല്ലാഹു തആല പറയും, ഹാദാ ലിഅബ്ദി വലിഅബ്ദി മാ സഅല. ഈ ചോദിച്ച കാര്യങ്ങളൊക്കെ എന്റെ അടിമയുടെ അവകാശമാണ്, അടിമയ്ക്ക് ആവശ്യമുള്ളതാണ്, മനുഷ്യന് ആവശ്യമുള്ളതാണ്. ആ ആവശ്യമുള്ളത് ഞാൻ കൊടുക്കാൻ തയ്യാറാണ് എന്ന് അല്ലാഹു പറയും. ഒരു മനുഷ്യൻ ആത്മാർത്ഥമായിട്ട് ഫാത്തിഹ ഓതിയാൽ, നമ്മൾ വേറെ എവിടെയെങ്കിലുമൊക്കെ ചിന്തിച്ച് നമ്മളിങ്ങനെ വായിങ്ങനെ ഫാത്തിഹ ഓതണം, നമ്മുടെ മനസ്സ് വേറെ എവിടെ, അങ്ങനെയായാൽ ഇതിന്റെ ബെനിഫിറ്റ് കിട്ടില്ല സഹോദരാണ്. ഇതിന്റെ ബെനിഫിറ്റ് നമുക്ക് ലഭിക്കണമെങ്കിൽ, ഫാത്തിഹയുടെ ഗുണം നമുക്ക് ലഭിക്കണമെങ്കിൽ, നാം ഈ പറഞ്ഞതുപോലെ ഓരോ ആയത്ത് നാം ഓതുമ്പോൾ എന്താണ് ഇതിലൂടെ നാം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മുടെ മനസ്സിന് ബോധ്യപ്പെടണം. അങ്ങനെ ബോധ്യപ്പെടുമ്പോൾ ഫാത്തിഹയുടെ ഗുണം നമുക്ക് ലഭിക്കും. ഏതും അങ്ങനെ തന്നെയാണല്ലോ. ഇത് ഫാത്തിഹാന്റെ മാത്രം പ്രത്യേകത അല്ല, ഏതിന്റെയും പ്രത്യേകത അങ്ങനെയാണ്. നമ്മുടെ മനസ്സില്ലാതെ ഏതെങ്കിലും പുസ്തകങ്ങൾ നമുക്ക് ആസ്വദിച്ച് വായിക്കാൻ പറ്റും? ഇല്ല. ഒരു കഥ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ഫ്രഷ് ആയിരിക്കണം, മനസ്സ് ഫുൾ അതിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യണം. എന്നാലേ നമുക്ക് കഥ വായിച്ചാൽ അത് ആസ്വദിക്കാൻ കഴിയുള്ളൂ, കവിത ആസ്വദിക്കാൻ കഴിയുള്ളൂ, ഭക്ഷണം കഴിക്കാൻ കഴിയുള്ളൂ. ഭക്ഷണം ആസ്വദിച്ചുകൊണ്ട് കഴിച്ചാലാണ് ഭക്ഷണത്തിന്റെ രുചി അനുഭവിക്കാൻ കഴിയുള്ളൂ. നമ്മിൽ പല ആളുകളും തിരക്ക് കാരണം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വേറെ പല ന്യൂസ് കേൾക്കലും ബാക്കിയുള്ളതൊക്കെ മൾട്ടി ആയിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. എന്നാൽ അവിടെ എല്ലാത്തിൻ്റെയും ഭാഗികമായ ഗുണം നമുക്ക് കിട്ടുള്ളൂ. ഭക്ഷണം കഴിച്ച് അതിന്റെ സ്വാദ് നാം അത് ആസ്വദിക്കണമെങ്കിൽ അതിലേക്ക് മാത്രം ശ്രദ്ധിച്ച് നമ്മുടെ ഭക്ഷണം കഴിക്കണം. അത് ഏത് വിഷയവും അങ്ങനെ തന്നെയാണ്, ഫാത്തിഹയുടെ വിഷയം മാത്രമല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഖുദ്സിയായ ഹദീസിലൂടെ നമ്മെ പഠിപ്പിച്ചത് ഫാത്തിഹ രണ്ട് ഭാഗം, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ വരെ അല്ലാഹുവിനെ അല്ലാഹു നീക്കി വെച്ചതാണ്. ബാക്കി ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം മുതൽ വലദ്ദാലിൻ വരെ നമുക്ക് വേണ്ടി അല്ലാഹു തആല നീക്കി വെച്ചതാണ്. എന്താ അതിന്റെ അർത്ഥം? ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, അല്ലാഹുവേ എനിക്ക് നേരായ വഴി കാണിച്ചു തരണം, എനിക്ക് സന്മാർഗം കാണിച്ചു തരണം അല്ലാഹ് എന്നാണ് പറയുന്നത്. ഗൈറിൽ മഗ്ദൂബി അലൈഹിം, പടച്ചവനെ നീ കോപിച്ച ഒരു കൂട്ടരുണ്ട്, നീ കോപിച്ചവരുടെ കൂട്ടത്തിൽ നിന്റെ ദേശത്തിന് പാത്രമായവരെ എന്നെ പെടുത്തരുതേ തമ്പുരാനെ, അവരിൽ പെടുത്തരുത്. വലദ്ദാലിൻ, പിഴച്ചവരുടെ മാർഗവും അല്ല, നിന്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയവരുണ്ട്, മാർഗവംശം വന്നവരുണ്ട്, അവരിൽ എന്നെ നീ പെടുത്തരുത് എന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ഫാത്തിഹ സൂറ, അപ്പോൾ ഇത് ഈ ഹദീസ് വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞതാണ്. ഫാത്തിഹ സൂറയിലൂടെ അൽഹംദുലില്ലാഹ് എന്ന് അല്ലാഹുവിന്റെ സംഭാഷണം നാം തുടങ്ങുന്നത് എങ്ങനെ? ആദ്യമായി അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനെ സ്തുതിക്കുന്നു. അതൊരു മര്യാദയാണ്. നമ്മളൊരു കാര്യം ചോദിക്കാൻ പോകുമ്പോൾ, ഒരു കാര്യസാധ്യത്തിന് വേണ്ടി പോകുമ്പോൾ ആദ്യം പോയിട്ട് നമ്മുടെ കാര്യങ്ങൾ പറയലല്ല, ആദ്യം അവരെ അഭിസംബോധന ചെയ്യും, സലാം പറയും, അല്ലെങ്കിൽ അഭിവാദ്യം പറയും, എന്നിട്ട് എന്തൊക്കെ വിഷയം വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ നമ്മുടെ കാര്യങ്ങൾ പറയാം. ഇത് അല്ലാഹു പഠിപ്പിച്ചു തന്ന ഖുർആനിലൂടെ നമ്മളോട് സൂറത്തുൽ ഫാത്തിഹയിലൂടെ പടച്ച തമ്പുരാൻ മാനവരാശിക്ക് ഈ ഒരു മാനുവൽ പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്.
അൽഹംദുലില്ലാ. അപ്പൊ അള്ളാഹിനോട് നിനക്ക് ചോദിക്കേണ്ട ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് അൽഹംദുലില്ലാ, അള്ളാഹുവിനൊന്ന് വാഴ്ത്തണം, അള്ളാഹുവിനെ അഭിസംബോധനം ചെയ്യുക, അള്ളാഹുവിന് സ്തോത്രം പറഞ്ഞ് പിന്നെ അള്ളാഹു ആരാണ് എന്ന് പറയുന്നു. അള്ളാഹു ആരാ? റബ്ബിൽ ആലമീൻ. എന്റെ അള്ളാഹു ആരാണ്? ഞാൻ സംസാരിക്കാൻ പോകുന്ന അള്ളാഹു ആരാണ്? അവൻ ഏതെങ്കിലും മരക്കണ്ടമല്ല, ഏതെങ്കിലും സിമന്റ് കട്ടയല്ല, ഏതെങ്കിലും കല്ലിന്റെ കൊത്തുശില്പമല്ല. ഞാൻ സംസാരിക്കാൻ പോകുന്ന അല്ലാഹു റബ്ബിൽ ആലമീൻ, ഈ അഖിലാണ്ട കഥാഹങ്ങളുടെ ഉടമസ്ഥനാണ്. ഈ മഹാപ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്നവൻ. അപ്പോ അള്ളാഹുവിനെ സ്തുതിച്ചു. അള്ളാഹു പരമകാരുണികനാണ് എന്ന് പറഞ്ഞു, കാരുണ്യനിധിയാണ് എന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ കയ്യിലാണ് ഈ വിശ്വപ്രപഞ്ചം, ഈ മഹാപ്രപഞ്ചം റബ്ബാണ് പരിപാലിക്കുന്നവൻ എന്ന് അംഗീകരിച്ചു കൊണ്ടാണ് നാം നമ്മുടെ കാര്യത്തിലേക്ക് പ്രവേശിക്കുന്നത്. റബ്ബിൽ ആലമീൻ എന്ന് അംഗീകരിച്ചു. മഹാപ്രപഞ്ചത്തിന്റെ ഉടമയാണ്, സൃഷ്ടാവാണ്, നിയന്താവാണ് എന്ന് പറഞ്ഞ ശേഷം പിന്നെ അർ-റഹ്മാനിർ റഹീം നേരത്തെ പറഞ്ഞു, മാലികി യൗമിദ്ദീൻ, അന്ത്യം. ഈ ലോകം മാത്രമല്ല, ഈ ലോകം അവസാനിക്കും, ശേഷം പിന്നെ പുനർജന്മം ഉണ്ടാകും, അതിന്റെയും ഉടമസ്ഥനാണ് എന്നുകൂടി നാം അംഗീകരിച്ചുകൊണ്ട് റബ്ബിന്റെ മുമ്പിൽ പ്രതിജ്ഞയാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ, നിന്നെ മാത്രം, എനിക്ക് നീ മാത്രം, എനിക്ക് നീ മാത്രം, ഞാനോ നിന്നോട് മാത്രം, എനിക്ക് നീ മാത്രം റബ്ബേ, ഞാൻ നിന്നോട് മാത്രമേ എനിക്ക് ബാധ്യതയുള്ളൂ, നിന്നോട് മാത്രമേ ഞാൻ സഹായം തേടുകയുള്ളൂ, നിന്നെ മാത്രമേ ഞാൻ ആരാധിക്കുകയുള്ളൂ. പ്രിയമുള്ളവരെ, ഇവിടെ നിന്നിട്ട് ഒരു പ്രത്യേക ഫാത്തിഹ സൂറത്തിന്റെ ഒരു ടേണിംഗ് പോയിന്റ് ആണ് ഇവിടുത്തെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. എന്താണെന്നറിയോ? ഈ ഇയ്യാക നഅ്ബുദു മുതൽ അല്ലാഹുവിനെ നേരിട്ട് സംബോധന ചെയ്യാൻ പോവുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർ-റഹ്മാനിർ റഹീം, മാലികി യൗമിദ്ദീൻ എന്നൊക്കെ അവനെ ഇങ്ങനെ പറഞ്ഞ് നേരിട്ടുള്ള സംബോധനമല്ല അതിലൂടെ നടത്തുന്നത്, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സംഭാഷണം. എന്നാൽ ഇവിടുന്ന് അങ്ങോട്ട് ഇയ്യാക നഅ്ബുദു മുതൽ നേരിട്ട്. അപ്പോ ഇതിലൂടെ നാം അല്ലാഹുവിനോടിലേക്ക് കുറച്ചുകൂടി അടുത്തിട്ടുണ്ട് എന്ന്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ചൊല്ലുമ്പോൾ, അത് ഓതുമ്പോൾ, അതുകൊണ്ട് പ്രതിജ്ഞ നടത്തുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരണം, നമ്മുടെ മനസ്സിലേക്ക് വരണം. അങ്ങനെയല്ലേ നമ്മൾ അവിടെ നിന്നൊക്കെ പറഞ്ഞ് പിന്നെ നേരിട്ട് റബ്ബിന്റെ മുമ്പിൽ എത്തിയത് പോലെയാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ, നിന്നെ മാത്രം. നീ എന്ന് അല്ലാഹുവിനെ വിളിക്കുകയാണ്. നീ എന്ന് വിളിക്കാൻ തുടങ്ങുന്ന ഇവിടെ മുതലാണ്. നമ്മൾ നിസ്കരിക്കാൻ തുടങ്ങിയിട്ട്, നിസ്കാരത്തിന്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങൾക്കും തുടങ്ങിയിട്ട് കുറേയായി. ഈ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ മുതലാണ് അല്ലാഹുവിനെ നേരിട്ട് സംബോധനം ചെയ്യാൻ തുടങ്ങുന്നത്, നീ എന്ന് വിളിക്കുന്നത്. അല്ലാഹ്. അപ്പോ അല്ലാഹ് നീയും ഇവിടെ ഈ ഒരു ചെറിയ അടിമയും, അല്ലാഹു എന്ന വിശ്വപ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനും ഞാൻ എന്ന ഈ ഭൂമിയിലെ ഒരു ചെറിയ കൊച്ചു സൃഷ്ടിയായ ഈ ഒരു മനുഷ്യ മനസ്സും, ഈ രണ്ട് ഘടകങ്ങൾ തമ്മിലുള്ള സംഭാഷണമാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ നടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നാം ചെയ്യാൻ പോവുകയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് ഖുത്ബ കഴിഞ്ഞ് നിസ്കരിക്കും. ആ നിസ്കരിക്കുന്ന സമയത്ത് ഈ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നമ്മൾ പറയും. അപ്പൊ നമ്മുടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ കേട്ടിട്ട് അല്ലാഹ് പറയണം, കണ്ടില്ലേ ആ ഇരിക്കുന്ന മനുഷ്യൻ എന്നെ സ്തുതിച്ചിരിക്കുന്നു എന്ന്. നമ്മുടെ അർ-റഹ്മാനിർ റഹീം കേട്ടിട്ട് അല്ലാഹ് പറയണം, കണ്ടില്ലേ ആ മനുഷ്യൻ എന്നെ വാഴ്ത്തുന്നു എന്ന് പറയണം. ഇതൊക്കെ വേറെ ആരോ ചെയ്യാൻ വേണ്ടി പറഞ്ഞ സംഗതിയല്ല, നമ്മൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള സംഗതിയാണ്. മാലികി യൗമിദ്ദീൻ എന്ന് പറഞ്ഞ് നാം ഓതുന്നത് കേട്ട് റബ്ബ് നമ്മെ ചൂണ്ടി പറയണം, ഇതാ അവനതാ എന്റെ മഹാത്മ്യം വാഴ്ത്തി പറയുന്നു എന്ന്. എന്നിട്ട് പ്രിയപ്പെട്ടവരെ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അപ്പോൾ റബ്ബുമായിട്ടുള്ള നേരിട്ടുള്ള സംഭാഷണത്തിലേക്ക് നാം പ്രവേശിച്ചു.
എന്നിട്ട് നമുക്ക് പറയാനുള്ള നമ്മുടെ ഡിമാൻഡുകൾ പടച്ചവനോട് നാം പറയാണ്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. എന്താണ് ആവശ്യമുള്ളത്? ഹിദായത്ത് വേണം റബ്ബേ, നല്ല വഴി കാണിച്ചു തരണം. പ്രിയപ്പെട്ടവരെ, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന പ്രാർത്ഥന ഉണ്ടല്ലോ, എവിടേക്കും ഫിറ്റായ ഒരു പ്രാർത്ഥനയാണ്. നിങ്ങൾക്കൊരു വിസ വന്നു, അല്ല ഒരു ഇന്റർവ്യൂ, അതിൽ നേരെ പടച്ചോനെ ഇത് നല്ലതാണെങ്കിൽ എനിക്ക് തരണേന്ന് പടച്ചോനോട് ദ്വാരക്കാൻ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം കൊണ്ട് ദ്വാരുന്നാ മതി. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം കൊണ്ട് ദ്വാരുന്നാ മതി. പടച്ചോനെ എനിക്ക് നേരായ വഴി നീ കാണിച്ചു തരണമേ, ഇഹ്ദിന ഞങ്ങൾക്ക് കാണിച്ചു തരണമേ നാഥ. അസ്സിറാത്തുൽ മുസ്തഖീം, നേരായ വഴി, നല്ല വഴി. ഇത് നല്ലതാണെങ്കിൽ, ഞാൻ ഈ പോകുന്ന ഇന്റർവ്യൂ, അല്ലെങ്കിൽ ഞാൻ ഈ ഉദ്ദേശിക്കുന്ന സംരംഭം, ഈ ബിസിനസ്, ഇത് റബ്ബേ മുസ്തഖീമാണെങ്കിൽ, നേരാണെങ്കിൽ, സക്സസ് ആണെങ്കിൽ റബ്ബേ ഇഹ്ദിന. അപ്പൊ എവിടേക്കും ഫിറ്റാക്കിയിട്ട് നമുക്ക് ഫാത്തിഹ സൂറത്തിലെ ഇഹ്ദിനസ് സിറാത്തുൽ, ഫാത്തിഹ സൂറത്തിനെ മുഴുവൻ പ്രാർത്ഥനയായിട്ട് നമുക്ക് ഉൾപ്പെടുത്താം. എന്നാൽ ഇവിടെ ശരിയായിട്ട് നാം നിസ്കാരത്തിൽ ഉദ്ദേശിക്കുമ്പോ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ മനുഷ്യർ ജീവിക്കുവാൻ വേണ്ടിയിട്ട് അവൻ നൽകിയിട്ടുള്ള, അവൻ നിർമ്മിച്ചിട്ടുള്ള, അവൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള സന്മാർഗം, ഇസ്ലാമിക പാത, ഋജുവായ വഴി, ആ വഴി അവലംബിക്കുന്നവരുടെ കൂട്ടത്തിൽ ആ വഴിയിലൂടെ എന്നെ ജീവിപ്പിക്കണമേ എന്നാണ് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം എന്ന ആയത്ത് അത് വിശദീകരിക്കുകയാണ്. റബ്ബേ നീ അനുഗ്രഹിച്ചവരുടെ വഴി, അതാരാ? അമ്പിയാക്കന്മാരുടെ, ഔലിയാക്കന്മാരുടെ, സിദ്ദീഖീങ്ങളുടെ, ശുഹദാക്കളുടെ, സജ്ജനങ്ങളുടെ വഴി. ആ വഴിയിലൂടെ റബ്ബേ, ആ വഴിയിലൂടെ, ആ വഴി ഞങ്ങൾക്ക് കാണിച്ചു തരും, ആ വഴിയിലൂടെ ജീവിപ്പിക്കണമേ. എന്നിട്ട് പറയാണ് ഗൈറിൽ മഗ്ദൂബി അലൈഹിം, നിന്റെ കോപത്തിന് വിധേയരായവരുടേതല്ല, നിന്റെ കോപത്തിന് വിധേയരായവരുടേതല്ല ആ വഴി, വലദ്ദാല്ലീൻ, പിഴച്ചു പോയവരുടേതും അല്ലാത്ത നേരെ ചൊവ്വെ നിന്റെ സിറാത്തുൽ മുസ്തഖീം, സിറാത്തുൽ മുസ്തഖീം, നേരായ വഴി, ഋജുവായ മാർഗം, അതിലൂടെ ഞങ്ങളെ ജീവിപ്പിക്കണമേ എന്ന്. പ്രിയപ്പെട്ടവരെ, ഇതിങ്ങനെ, ഇതാണ് ഫാത്തിഹ സൂറ. ഫാത്തിഹ സൂറത്തിനെ നാം ഇങ്ങനെ പാരായണം ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെ, നാം ആത്മീയാനുഭവത്തിന്റെ തീക്ഷ്ണതയിൽ നാം കഴിഞ്ഞു പോകും. നമ്മുടെ കരളുകൾക്ക് ഉരുക്കം സംഭവിക്കും, നമ്മുടെ കണ്ണുകൾക്ക് നനവ് വരും. കാരണം അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഓർമ്മ വരുമ്പോൾ, റബ്ബിന്റെ സാമീപ്യത്തിലാണ് ഞാനുള്ളത് എന്ന ബോധം വരുമ്പോൾ, എന്റെ ഓരോ ആയത്തുകൾക്കും അല്ലാഹു തആല അപ്പോൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. ആലോചിക്കണം സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പരമകാരുണ്യം എത്ര വിശാലമാണ്. നാം എത്ര ചെറിയ മനുഷ്യരാണ്, എത്ര ചെറിയ സൃഷ്ടികളാണ്. നമ്മെ പരിഗണിച്ച്, നമുക്ക് പരിഗണന അല്ലാഹുവിന്റെ ലോകത്ത് നമ്മിൽപ്പെട്ട ഓരോ മനുഷ്യനും ആത്മാർത്ഥതയോടുകൂടെ ഫാത്തിഹ പാരായണം ചെയ്യുന്ന ഓരോ വ്യക്തിക്ക്, ആണാവട്ടെ, പെണ്ണാവട്ടെ, കുട്ടിയാവട്ടെ, വയസ്സനാകട്ടെ, രോഗിയാവട്ടെ, ആരോഗ്യവാനാകട്ടെ, ഉയർന്ന ഉദ്യോഗസ്ഥനാവട്ടെ, താഴ്ന്ന ഉദ്യോഗസ്ഥനാവട്ടെ, അല്ലാഹുവിന്റെ അടുക്കൽ സ്ഥാനമുണ്ട് നമ്മുടെ ഫാത്തിഹയുടെ ഓരോ ആയത്തിൽ. അപ്പോ നാം ഫാത്തിഹയുടെ ഓരോ ആയത്ത് ഓതുമ്പോ നമ്മുടെ മനസ്സ് അതിനോടുകൂടെ സഞ്ചരിക്കണമേ എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഫാത്തിഹ പാരായണം ചെയ്തുകൊണ്ട് അങ്ങനെയാണ് നാം നിസ്കാരത്തിൽ, ഇങ്ങനെ നിസ്കാരത്തിൽ കഴിയുമ്പോഴാണ് നിസ്കാരത്തിന്റെ അനുഭൂതിയും ആനന്ദവും നമുക്ക് അനുഭവിക്കാൻ കഴിയുക. ഫാത്തിഹ കഴിഞ്ഞു, ഇനി സൂറയാണ്, അതും അല്ലാഹുവിനോടുള്ള ബന്ധമാണ്. പിന്നെ റുകൂഅ്, സുജൂദിന്റെ ഒരു സുഖം എന്താണെന്ന് അറിയുമോ? സുജൂദിന്റെ ഒരു വല്ലാത്ത സുഖമാണ്.
കുറച്ചു നേരം സുജൂദ് ചെയ്തിട്ട്, ഇപ്പൊ ജമാഅത്തായി നിസ്കരിക്കുന്ന സമയത്തൊന്നും അധികം നമുക്ക് അങ്ങനെ നീട്ടി സുജൂദ് ചെയ്യാനൊന്നും കഴിയില്ല. ഒറ്റക്ക് നീളമുള്ള സുജൂദ്, നീണ്ട സുജൂദ്, അതിൽ പ്രത്യേകിച്ച് രാത്രിയുടെ ഇരുട്ടിൽ തഹജ്ജുദിന്റെ വേളയിലാകുമ്പോഴോ അല്ലാഹുവേ, അതിന് വല്ലാത്ത ഒരു അനുഭൂതിയും ആനന്ദവുമാണ്. അത് അവാച്യമാണ്, അവിവർണ്ണനീയമാണ്. ആർക്കും എഴുതി തീർക്കാൻ കഴിയില്ല, പറഞ്ഞു തീർക്കാൻ കഴിയില്ല. അത് അനുഭവിക്കാനേ കഴിയുള്ളൂ. ചില സംഗതി ഉണ്ടല്ലോ, അത് അനുഭവിക്കാനേ കഴിയുള്ളൂ. അത് എങ്ങനെയെന്ന് പറയാൻ കഴിയില്ല. മാങ്ങയുടെ ടേസ്റ്റ് എങ്ങനെയെന്ന് എഴുതിയേ കഴിയില്ല. അത് അനുഭവിക്കണം. അത് കഴിക്കുമ്പോഴാണ് അത് അനുഭവിക്കാൻ കഴിയുക. അല്ലാഹു നമുക്കെല്ലാം അങ്ങനെ അനുഭവിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഭാഗങ്ങളിലേക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് കടന്നു ചെന്നുകൊണ്ട് അടുത്ത ആഴ്ച ഈ നിസ്കാരത്തിന്റെ ചർച്ച നമുക്ക് അവസാനിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമുദായത്തെ മൊത്തം പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് ഒരു അനാഥാലയ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാധ്യമങ്ങളും രാഷ്ട്രീയ നേതാക്കന്മാരും ഒരു പക്വതയുമില്ലാതെ, ഒരു തിരിച്ചറിവുമില്ലാത്ത വിധം ഈ വിഷയത്തിൽ മൊത്തം സമുദായത്തെ പ്രതിക്കൂട്ടിൽ നിർത്തുവാൻ വേണ്ടി മനഃപൂർവ്വം ശ്രമിക്കുന്നുവോ എന്ന് ആശങ്കപ്പെടേണ്ടിയിരിക്കുന്നു. കേരളത്തിലെ യതീംഖാനകളിലേക്ക് ജാർഖണ്ഡിൽ നിന്നും പശ്ചിമ ബംഗാളിലെയും ബീഹാറിലെയും വിദ്യാർത്ഥികൾ പഠനത്തിന് എത്തിയതാണ് ഇവിടെ ചർച്ചാ വിഷയമായത്. ചേരികളിൽ താമസിക്കുന്നവരും റിക്ഷ വലിക്കുന്നവരുമായ പാവങ്ങളായ, ഭക്ഷണമില്ലാത്ത, വീടില്ലാത്ത, ഭൂമിയില്ലാത്ത, തങ്ങളുടെ പ്രദേശങ്ങളിൽ പഠിക്കാൻ മദ്രസയോ സ്കൂളോ ഇല്ലാത്ത ഒരു വിഭാഗം കുട്ടികളാണ് ഇങ്ങനെ പഠിക്കുവാൻ വേണ്ടി വർഷങ്ങളായി കേരളത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. 2007 മുതൽ മുക്കം ഓർഫനേജിൽ കേരളത്തിന് പുറത്തുള്ള വിദ്യാർത്ഥികൾ എത്തിക്കൊണ്ടിരിക്കുന്നു. അവിടെ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ വിവാദ വിഷയവുമായി വന്ന ആ ട്രെയിനിൽ ഇറങ്ങിയ കൂട്ടത്തിൽ 283 പേർ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. ഈ വിദ്യാർത്ഥികൾക്കെല്ലാം വ്യക്തമായ തിരിച്ചറിയൽ കാർഡുണ്ട്, ആധാർ കാർഡ് പോലുമുണ്ട്. ഇതിന് പല കുട്ടികളെയും പലതിൻ്റെയും ഞാൻ ദൃക്സാക്ഷിയാണ്. ഞാൻ നേരത്തെ ജോലി ചെയ്തിരുന്ന കോളേജിന്റെ കീഴിലുള്ള ഓർഫനേജ് ആയതുകൊണ്ട്. അപ്പോൾ അവർക്ക് ആധാർ വരുന്നതും മറ്റും നേരിൽ ഹോസ്റ്റൽ വരുന്നതൊക്കെ എത്രയോ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അങ്ങനെ അതുപോലെ വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റ്, ബർത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ തന്നെ ഉള്ള വിദ്യാർത്ഥികളാണ് അവിടെ നിലവിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ. എന്നാൽ ഈ കുട്ടികൾ വെക്കേഷന് പോയി തിരിച്ചു വരുമ്പോൾ ഈ കുട്ടികളുടെ ഇവിടുത്തെ പഠനത്തിന്റെ സൗകര്യം, ഇവിടുത്തെ ഭക്ഷണവും മറ്റ് വിദ്യാഭ്യാസ സൗകര്യങ്ങളൊക്കെ അറിഞ്ഞ കുറച്ചാളുകൾ അവരുടെയും മക്കളെ ഈ സ്ഥാപനത്തിലേക്ക് പറഞ്ഞയക്കാൻ തീരുമാനിക്കുകയും അവരും കുഞ്ഞുങ്ങളെ അയക്കാൻ തയ്യാറാവുകയും ചെയ്തു. എന്നാൽ ഇങ്ങനെ പറഞ്ഞയക്കപ്പെട്ട ഈ കുട്ടികളിൽ പലരും നേരത്തെ പറഞ്ഞതുപോലെ പൊതുവിവരങ്ങളില്ലാത്ത, ചേരികളിൽ താമസിക്കുന്ന, ഒരു അക്ഷരജ്ഞാനങ്ങൾ പോലും ഇല്ലാത്ത പലരുടെയും മക്കളാണ്. ഇവർക്ക് പലർക്കും അറിയില്ല ഈ അഡ്മിഷന്റെ കാര്യങ്ങളും. അതുപോലെ തന്നെ ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇവിടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ വേണം എന്ന് അറിയാത്തവരാണ് പലരും. അങ്ങനെ ഇവരുടെ അജ്ഞത കൊണ്ടും ഇനി മറ്റ് അജ്ഞത കൊണ്ട് വന്നിട്ടുള്ള ഒരു വിഷയമാണ് പലർക്കും രേഖകളില്ലാത്ത അവസ്ഥ. എന്നാൽ ഈ ഒരു വിഷയത്തിൽ ഇങ്ങനെ പഠനം ആഗ്രഹിച്ചുകൊണ്ട്, വിദ്യാഭ്യാസം ആഗ്രഹിച്ചുകൊണ്ട് വന്ന കുരുന്നുകളെ മനുഷ്യക്കടത്ത് എന്ന പേരും തീവ്രവാദ പരിശീലനത്തിന് എന്നൊക്കെ പറഞ്ഞു ഇവിടുത്തെ ചില മീഡിയകൾ, ചില നേതാക്കന്മാർ, ചില വ്യക്തിത്വങ്ങൾ ആക്ഷേപിക്കുന്നത് അതിൻ്റെ അർത്ഥം എന്താണ്? ഈ സമുദായത്തെ എവിടെ എങ്ങനെയെങ്കിലും കുറ്റപ്പെടുത്തുകയും
കിട്ടുന്ന അവസരങ്ങളിലെല്ലാം കരിവാരി തെറ്റുകയും ചെയ്യുക എന്നതാണോ എന്ന് സംശയം വരികയാണ്. ഇവിടെ തെറ്റുകളും അപാകതകളും ഉണ്ടാകാം. ആ തെറ്റുകളും അപാകതകളും പരിഹരിക്കുകയാണ് വേണ്ടത്. ഞാൻ പറഞ്ഞതുപോലെ റെക്കോർഡില്ലാത്ത, രേഖകളില്ലാത്തത് തെറ്റാണ്. അതിന്റെ പേരിൽ അതിന്റെ നടപടി എടുക്കട്ടെ. അതുപോലെ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്തു കുറെ കുട്ടികളെ അവരുടെ രക്ഷിതാക്കൾ ടിക്കറ്റ് എടുത്തിട്ടില്ല. അപ്പോ അതിന്റെ പേരിൽ അവരെ ശിക്ഷിക്കട്ടെ, അതിന്റെ പേരിൽ നടപടി എടുത്തോട്ടെ. അതിലൊന്നും നമുക്ക് അത് വേണം. അങ്ങനെയുള്ള സുതാര്യത ആരായാലും എവിടെയായാലും വേണമെന്ന് തന്നെയാണ് നമുക്കെപ്പോഴും പറയാനുള്ളത്. എന്നാൽ ഇങ്ങനെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പഠിക്കാൻ വേണ്ടി എത്തിയ കുഞ്ഞുങ്ങളെ അവരെ തീവ്രവാദികളാക്കിയിട്ടും അവരെ കൊണ്ടുവന്നത് മനുഷ്യക്കടത്താക്കിയിട്ടും ഒക്കെ ചിത്രീകരിക്കുന്നത് ഈ സമുദായത്തോട് ചെയ്യുന്ന സാമാന്യ നീതിയില്ലാത്തതാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. ആയതുകൊണ്ട് ഇങ്ങനത്തെ വിഷയങ്ങൾ മാന്യമായി കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി നെല്ലും പതിലും വേർതിരിച്ചുകൊണ്ട് ബന്ധപ്പെട്ടവർ സമീപനം സ്വീകരിക്കണം എന്ന് നമുക്ക് സമുദായത്തിന് പറയാം. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തെറ്റുകൾ ഉണ്ടാകാം. തെറ്റുകളും കുറവുകളും അതൊന്നും ഇവിടെ ചർച്ചല്ല. ടിക്കറ്റ് എടുക്കാത്ത വിഷയം ടിക്കറ്റ് എടുക്കാത്ത വിഷയം തെറ്റ് തന്നെയാണ്. അതുപോലെ തന്നെ രേഖകളില്ലാതെ കുട്ടികളെ കൊണ്ടുവന്ന അതും തെറ്റ് തന്നെയാണ്. ഞാൻ അതിന്റെ ഒരു ഓർഫനേജായിട്ട് ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞത്, രേഖകളില്ലാതെ ആ കുഞ്ഞുങ്ങളെ വന്നാൽ അവർ ഞങ്ങൾ തിരിച്ചയക്കുകയാണ് പതിവ്. പിന്നീട് രേഖകളുമായിട്ട് വരാൻ വേണ്ടിയാണ് പറയാറുള്ളത് എന്ന് പറഞ്ഞു. എന്തോ ആവട്ടെ, അപ്പോൾ ഇങ്ങനെ പഠിക്കാൻ വേണ്ടി എത്തിയവരെ ഇങ്ങനെയുള്ള ആക്ഷേപങ്ങൾ നടത്തുന്നത് സമുദായത്തെ മൊത്തം കുറ്റപ്പെടുത്തുന്നതാണ് എന്ന് നമുക്കറിയാം. ബന്ധപ്പെട്ടവർ ഈ വിഷയത്തിൽ നിന്ന് പിന്തിരിയുകയാണ് വേണ്ടത്. നാട്ടിൽ വർഗീയ ധ്രുവീകരണങ്ങൾ ഇല്ലാതെ സാമുദായിക സൗഹാർദ്ദത്തോടുകൂടി ജീവിക്കാനുള്ള അന്തരീക്ഷത്തിന് വേണ്ടിയാണ് എല്ലാ നേതാക്കന്മാരും ശ്രമിക്കേണ്ടത്, മീഡിയകളും ശ്രമിക്കേണ്ടത്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ടാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല സാഹചര്യങ്ങളും നല്ല അവസ്ഥയും സമാധാനവും ശാന്തിയും നമ്മുടെ രാജ്യത്ത് അല്ലാഹു നൽകുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുഅ്മിനീന വസ്തഗ്ഫിറുഹു ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു ونشهد أن لا إله إلا الله ونشهد أن محمدا رسول الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على محمد وعلى آل محمد. أيها الناس أوصيكم وإياي بتقوى الله. إن الله سبحانه وتعالى يأمركم بالأمر الذي بدأ به بنفسه وثنى بملائكته كتيب قدسه. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم لا تشقي خلقنا بالنار. اللهم ربنا آتنا خير الدنيا وخير الآخرة وقنا شر الدنيا وشر الآخرة. رب ارحمهما كما ربونا صغارا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. إن الله يأمر بالعدل والإحسان وإيتاء ذي القربى ولذكر الله أكبر وأولى والله يعلم ما تصنعون.